ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു 6 മാസത്തിന് ശേഷമായിരിക്കും ഞാൻ വീണ്ടും ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റേതായ തകരാറൊക്കെ ഉണ്ടാവാം. എൻ്റെ വീഡിയോയിൽ കുറേ ഗ്യാപ്പിട്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അതെനിക്ക് അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. രാവിലെ വർക്കിന് പോകും, വൈകിട്ടെത്തും, പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി സമയം, പിന്നെ സൺഡേ ഹോളിഡേ. സൺഡേ എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ അവിടെ എല്ലാം പോയിട്ട് അങ്ങ് തീർക്കും. അപ്പോൾ വീഡിയോ ഒന്നും ഇടാൻ അങ്ങനെ സമയം കിട്ടാറില്ല. ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്യുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു 52 അങ്ങനെയൊക്കെ സബ്സ്ക്രൈബേഴ്സിനും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് 1K ആയിട്ടില്ല, എന്നാലും 1Kൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സന്തോഷമുണ്ട്, 1Kൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. എന്നാലും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല. എന്നാലും ഇടുന്ന വീഡിയോസ് വെച്ചിട്ട് സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി നാളായല്ലോ വീഡിയോൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നിട്ട് വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ എനിക്ക് അതിൻ്റെതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് എന്നൊക്കെ പറയാം അല്ലേ. എന്തായാലും അത് തന്നെ അതിനെ ലേഖനിപ്പിക്കേണ്ട എന്താക്കാൻ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഈ ഒരു ബോക്സിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏതോ ഒരു സന്ദർഭത്തിൽ ഞാൻ കല്യാണം കഴിക്കാൻ ഇടയായി. ഏതൊരു സന്ദർഭത്തിലൊന്നുമല്ല, നല്ലൊരു സന്ദർഭത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോഴും നമുക്ക് വിരുന്നിന് പോകാനും അങ്ങനെ അല്ലാതെ ചില്ലറ പരിപാടികളൊക്കെ ഇല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മേക്കപ്പ് സാധനങ്ങളും ഡ്രസ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം അങ്ങനത്തെ സാധനങ്ങളൊന്നും കളഞ്ഞു കളയില്ല. എല്ലാം അവിടെ ഇങ്ങനെ കൊണ്ടാച്ച് ഒരു ബാണ്ട. അതൊക്കെ കാണണം. പണ്ട് എമ്പേൽ വാങ്ങി വെച്ചതാ. നായ വരെ വെള്ളം കുടിക്കാല്ല. ഇത് കണ്ടാൽ ഇതെന്താ അറിയോ, ഇത് ഞാൻ വന്ന സമയത്ത് ഉപയോഗിച്ചൊരു സ്പ്രേ ആയിരുന്നേ. അതിലൊന്നും ഇല്ല, എല്ലാം തീർന്നിട്ടുണ്ട്, എല്ലാം കലാശ് ഹോഗയ. അപ്പോൾ അത് ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എന്നിട്ടൊരു സൺസ്ക്രീനാണ്. ഇത് എന്താ പേര്, സൺബാൻ സൺസ്ക്രീൻ ആൻഡ് ടാൻ ബ്ലോക്ക് ലോഷൻ SPF 15 PA+++ വാങ്ങണമെന്നല്ലോ പറയാം. അതുകൊണ്ട് ഇതാ ഈ ഒരു സൺസ്ക്രീനായിരുന്നു ഇടാറുള്ളത്. പിന്നെ എന്താ ഫൗണ്ടേഷൻ, എൻ്റെ മോളെല്ലാം എന്തെല്ലാം ആയിട്ടുണ്ട്. 2 ഫൗണ്ടേഷൻ ഉണ്ട് കേട്ടോ, മാറി മാറി ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ ബ്ലഷ്, സീക്രട്ടിൻ്റെ ബ്ലഷാണ്. ഇത് നല്ല കിടിലം ബ്ലഷ് ആയിരുന്നു കേട്ടോ. സെറ്റിങ് പക്ഷെ എന്താക്കാനാ, ഡേറ്റെല്ലാം കഴിഞ്ഞല്ലേ. എൻ്റെ ഇതാ അന്ന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമായിരുന്നു. എന്ത്, ഫെയർ ആൻഡ് ലവ്ലി. ഇതിൻ്റെ അടപ്പൊന്നുമില്ല. പിന്നെ മോയ്സ്ചറൈസർ ഡോട്ട്&ഗീൻ്റെത്. ഇത് ഞാൻ സ്മിറ്റൻ ഓർഡർ ചെയ്തതായിരുന്നു. സ്മിറ്റൻ്റെ വെട്ടിയില്ല കേട്ടോ, ഇത് ഇട്ട് വെച്ചിരിക്കുന്ന. ഇത് കാലിക്കുപ്പയെന്ന് ഇല്ലൊന്നുമില്ല. നമ്മൾ മറ്റേ സാധനമല്ലേ, റിമൂവർ. ക്യൂടെക്സ് ഇടുക മൈക്ക്. ഇതിനേയും പരിപാടി ഏത് കളർ ഡ്രസ്സാണെന്ന് ഉടനെ അതിനനുസരിച്ച് എന്താക്കും, ക്യൂടെക്സ് ഇടും. എന്നിട്ട് വരും, പിന്നെ റിമൂവർ വെച്ച് ക്ലീൻ ആക്കും. പിന്നെ അടുത്ത ദിവസം പോകുമ്പോൾ വേറെ ഇതിടും. അങ്ങനെയൊക്കെ തന്നെയായി. ഇവിടെ വളയെല്ലാം കാണുന്നുണ്ട്. ഇതെന്തിൻ്റെ അപ്പുറേനോ, ഇതെനിക്ക് ഒരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു. ഈ വെള്ളക്കല്ല് എന്ന് പറയുന്നത് വൈറ്റ് ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഒരു കയ്യിൽ വള ഇടണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താക്കി, എൻ്റെ ഓനെ പറഞ്ഞിട്ട് മൂപ്പര് വാങ്ങിക്കൊണ്ടെത്തുന്ന വളയാണ് കേട്ടോ ഇത്. ഇന്നത്തെ കാലത്ത് ട്രെൻഡിങ് അതിനെ ഞാൻ ആദ്യമേ ഉപയോഗിക്കുന്നതായിരുന്നു ഹിമാലയൻ്റെ കാജൽ. വേണ്ട, ഇതിലൊന്നുമില്ല, പരണ്ടി തീർത്തിനല്ലോ, ഇതിലൊന്നുമില്ല. പിന്നെ ഏതോ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ അടപ്പ് കാണുന്നുണ്ട്, ലിപ്സ്റ്റിക്ക് ഇത് കാണുന്നില്ല. അത് ഐഡിയ കൊണ്ട് ഇട്ടിട്ടുണ്ടാവും, ഓർമ്മയില്ല ഐഡിയ എന്നുള്ള. ക്യൂടെക്സ് നീല കളർ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ ഈ ഒരു കമ്മൽ, ഇത് കേട്ടോ, ഈ ഒരു കമ്മൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇതാ ഇപ്പോൾ ഇങ്ങനത്തെ കമ്മലിൻ്റെ ഇടയിൽ, പക്ഷെ കുറച്ച് വലിപ്പം കുറച്ചിട്ടേ ഉള്ളൂ. ഈ ഒരു കമ്മൽ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 10ാം ക്ലാസ് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു കറുപ്പ് കളർ കമ്മലിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരോ ഒരാൾ പറഞ്ഞാൽ എനിക്ക് അല്ലാണ്ട് ചേരുന്നുണ്ട് എന്നുള്ള. അതിന് ശേഷം പിന്നെ ഊരിയിട്ടൊന്നുമില്ല, അതാ കറികൾ തന്നെ. പോക്കറ്റ് പെർഫ്യൂം കണ്ട, ഇതായിരുന്നു ഞാൻ യൂസ് ചെയ്യലൊന്നുമില്ല, എല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടിക്കാരിയായി ഇത്രയും സാധനങ്ങളൊക്കെ ഇനി ഞാൻ വീട് വൃത്തിയാകുമ്പോൾ കണ്ടതാണ്. ഇതൊക്കെ ഞാൻ കൊണ്ടുവച്ച സാധനങ്ങളായിരുന്നു. പിന്നീട് എല്ലാം മറന്നു പോയിട്ട് എടുക്കാണ്ടായി പോയതാണ്. അപ്പോൾ ചൂടെടുക്കുന്നുണ്ട്, ഫാൻ ഇടാൻ പറ്റുന്നില്ല. ഫാൻ ഇട്ടാൽ ഭയങ്കര സൗണ്ടായിരിക്കും. അയ്യോ, അതിൻ്റെ മുന്നേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഹെയറിൽ എന്താ ചെയ്തേ. പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. എൻ്റെ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന മുടിയാണ്. അപ്പോൾ മുന്നിൽ കെട്ടുമ്പോൾ ഒരു വൃത്തി കിട്ടാത്തതുകൊണ്ട് ഞാൻ എന്താക്കി, കുറച്ച് തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്തിട്ടതാണ്. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് കുട്ടൻ എന്നാണ്. കുട്ടനൊരു പൊട്ടനാണോ എന്ന് വെച്ചാൽ അല്ല, പാവാണ് കേട്ടോ. എൻ്റെ ഒരു പ്രണയ വിവാഹമാണ് കേട്ടോ, ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ തമ്മിൽ ഒരു 8 വർഷം സ്നേഹിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. ലവ് സ്റ്റോറി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിന് ശേഷം പറഞ്ഞു തരാം.
പിന്നെ പ്രത്യേകിച്ച് എന്താ പറയാനുള്ള, ഞാൻ ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഭയങ്കര 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 ഇതാണ്. എന്താണ്, ഒരു സുഖമില്ല, ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുക, വീട്ടിൽ വരിക, ഒരു ഭയങ്കര സ്ട്രെസ് അടിച്ച് നിൽക്കുകയാണ്. പിന്നെ അതിൽ കുറച്ചൊരു സമാധാനം എന്ന് പറയുന്നത് യൂട്യൂബിൽ എൻ്റെ വീഡിയോസെല്ലാം ഇട്ട് അതിന് സബ്സ്ക്രൈബേഴ്സും 2 കമൻറ്റെല്ലാം കിട്ടുമ്പോൾ മനസ്സിനൊരു സുഖമാണ്. അയ്യോ, നമ്മൾ ഇത്രയും ചെയ്തിട്ട് 2 ആൾക്കാരുണ്ടല്ലോ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സാധനം ഉണ്ട്. അപ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും തുടങ്ങിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. എനിക്കറിയാം തുടങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന്. എന്നാലും ഞാൻ അല്ലാതെ ചില്ലറ വീഡിയോസെല്ലാം ഇട്ട് ഇങ്ങനെ പോവുകയാണ്. പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര ചടപ്പാണ്. അങ്ങനെ എന്തെങ്കിലും സമയം പോക്കാൻ വേണ്ടി ചെയ്ത് തുടങ്ങിയതാണ്. ആ സബ്സ്ക്രൈബേഴ്സ് ആരാ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു ചെറിയൊരു മോള് എൻ്റെ അടുത്ത് ഒരു ദിവസം ഞാൻ കല്യാണം വീട് പോകുമ്പോൾ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, ഏച്ചി ഞാനില്ലേ നിങ്ങൾ വീഡിയോ കാണലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നപ്പോൾ എല്ലാം നമുക്കൊരു സന്തോഷമാണ്. ചെറിയ മോളാണെങ്കിൽ കൂടെ നമ്മൾ ചെയ്ത വീഡിയോ ഒരാൾ കാണുമ്പോൾ അതിനെപ്പറ്റി നല്ലൊരു അഭിപ്രായം കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. അതൊക്കെ എന്ന് പറയുന്നത് വളരെ 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 വലുത് തന്നെയാണ്. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരുപാട് ആൾക്കാരൊക്കെ അറിയായിരിക്കും. മിനിറ്റ് വെച്ച് ആദ്യം തന്നെ തുടങ്ങിയ സമയത്ത് എന്ത് നോക്കുക, നമ്മൾ എത്ര സബ്സ്ക്രൈബേഴ്സായി, കമൻറ്റ് വരുന്നുണ്ടോ, വ്യൂസ് ആകുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നോക്കൽ. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എൻ്റെ വീട്ടുകാരാണേലും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണേലും ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാത്തിനും ഓക്കെയാണ്. എനിക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന ആൾക്കാർ കണ്ട് ഇങ്ങനെ പറയും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്താൽ ഒരു പറയുന്നുള്ള ആ ഒരു സാധനങ്ങളൊന്നും ഇതുവരെ ഇല്ലായിരുന്നു. അപ്പോൾ 2 ഫാമിലി ഓക്കെയാണ്. പിന്നെ വെച്ചാൽ ഒരേ ഒരു കാര്യത്തിനാണ് ഓക്കെ അല്ലാണ്ട് തന്നെ ഞാനും കുട്ടനും കൂടെ സ്നേഹിച്ച സമയത്ത് കല്യാണം കഴിച്ച് തരുമെന്ന് ചോദിച്ചപ്പോൾ നോ പറഞ്ഞു ഗൈസ്. സാരമില്ല, വലിയ വിഷമമൊന്നുമില്ല, എന്നാലും ചെറിയൊരു ഇഷ്ടമുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പ്രണയിക്കുന്ന സമയത്ത് ഭയങ്കര ഒരുപാട് എന്താ പറയുക, ഒരുപാട് എന്ത് നടന്നപ്പോൾ പറയുക, ട്രാജഡി. പ്രണയിക്കുന്ന സമയത്ത് ഒരുപാട് ട്രാജഡികൾ നടന്നൊരു ലൈഫാണ് എൻ്റെത്. പ്രണയം എന്താണെന്നും പ്രണയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം ഭവിഷ്യത്തുകളുണ്ടെന്നും കൂടുതൽ ഞാൻ തന്നെ അനുഭവിച്ചിട്ടുണ്ടാവാം. ഞാൻ എന്നല്ല, എന്നെപ്പോലെ അനുഭവിച്ച ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഞാൻ ആ സ്നേഹിച്ച സമയത്ത് വൻ ട്രാജഡി നടന്നിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. അത് ഞാൻ എന്തായാലും എൻ്റെ ലവ് സ്റ്റോറി പറയുമ്പോൾ ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ, സീ യു.